വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് എല്ലാ സബ്ജക്റ്റിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അൺഅക്കാദമിയിൽ പ്രൊവൈഡ് ചെയ്തു വരുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകരാണ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പല സബ്ജക്റ്റിൽ അവർ ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, എവിഡൻസ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, കോൺട്രാക്ട് ആക്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, മറ്റ് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളെല്ലാം തന്നെ ഈ ഒരു അൺഅക്കാദമി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് ഡയറക്റ്റ് പോയി അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ നമ്പർ 1 ആണ് അൺഅക്കാദമി. അൺഅക്കാദമിയിലൂടെ ഇത്തരത്തിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ പലതരത്തിലുള്ള ടെസ്റ്റ് സീരീസുകൾ അവർ നടത്തുന്നു. പല സബ്ജക്റ്റിൽ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 9:30 വരെ മോക്ക് ടെസ്റ്റുകൾ ഈ പറയുന്ന സബ്ജക്റ്റിലെല്ലാം തന്നെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ PDF ഫോർമാറ്റിലുള്ള മെറ്റീരിയൽസ് ഒക്കെ പഠിക്കാനായിട്ട് അവൈലബിൾ ആണ്. ഇത്തരത്തിൽ പല തരത്തിലുള്ള ഫീച്ചേഴ്സാണ് അൺഅക്കാദമിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ ഒരു ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അൺഅക്കാദമി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രീ ട്രയൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം നിശ്ചിത തുക നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൈം മെമ്പറാക്കി മാറ്റുകയും അവിടെയുള്ള എല്ലാ ഫീച്ചേഴ്സും, ആപ്ലിക്കേഷൻ്റെ ഭാഗമായി വരുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു നിശ്ചിത തുക നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ഡിസ്കൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 10% ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനലിൻ്റെ പേരായ മൊബൈൽ കോട്ട് എന്ന് പറയുന്ന ഒരു റെഫറൽ കോഡുണ്ട്. ഈ കോഡ് നിങ്ങൾ പേയ്മെൻറ്റിൻ്റെ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ട് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ഓഫറാണ് ഈ സമയത്ത് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അൺഅക്കാദമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഡിസ്കഷനാണ് നടത്തിയത്. ഏകദേശം 299 മുതൽ 309 വരെയുള്ള വകുപ്പുകളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞാണ്. അത്രയും വകുപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പുകളാണ്. ആ വകുപ്പുകളെല്ലാം തന്നെ ആ വകുപ്പിൽ പറയുന്ന കാര്യം എന്താണ് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. കാരണം ആ ഭാഗത്തുനിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് ഏകദേശം 511 വകുപ്പുകളുണ്ട്. ഇത്രയും വകുപ്പുകൾ നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ട് പോവേണ്ട കാര്യമില്ല. അങ്ങനെ പഠിച്ചിട്ട് പോകുന്നതോ വായിച്ചിട്ട് പോകുന്നതോ മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന വകുപ്പുകൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാം, തറവായിട്ട് പഠിക്കുക. ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നാൽ ഏത് രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യുമെന്നുള്ള 100% ഉറപ്പോടുകൂടി തന്നെ നമ്മൾ പോവുക. അപ്പോൾ 511 വകുപ്പും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അതിനകത്തുനിന്ന് ഏതൊക്കെ വകുപ്പുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോസിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ ഇന്ത്യൻ പീനൽ കോഡിനെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 298 വരെയുള്ള വകുപ്പുകൾ ഒരു ഭാഗം, 299 മുതൽ 511 വരെയുള്ള രണ്ടാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗത്തിലെ 16, 17 ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ 16ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ളത്. അവിടെ ഏകദേശം ഒരു 10ഓളം വകുപ്പുകൾ ഞാൻ കാണിച്ചു തന്നു. ഇനി ബാക്കി ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഇതേ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ് പറയുന്നത്. അതായത് 319ാമത്തെ വകുപ്പാണ് നമ്മൾ നോക്കേണ്ടത്. 319ാമത്തെ വകുപ്പ് ഹർട്ട് എന്താണെന്നാണ് പറഞ്ഞിരുന്നത്. ഹർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whoever causes bodily pain, disease or infirmity to any person is said to cause hurt. അപ്പൊ 3 കീവേഡുകളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ബോഡിലി പെയിൻ, 2 ഡിസീസ്, ഇൻഫോർമിറ്റി. ബോഡിലി പെയിൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുണ്ടാകുന്ന വേദന, ഡിസീസ് എന്ന് പറഞ്ഞ അസുഖം, ഇൻഫോർമിറ്റി എന്ന് പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനത. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഒരാൾക്ക് മേൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ശാരീരികമായ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഹർട്ട് എന്ന് പറയുന്ന ഒരു നിർവചനത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാം. അതാണ് 319ാമത്തെ വകുപ്പ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വകുപ്പാണ് 319 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർട്ടാണ്. പിന്നെ വരുന്നതാണ് 320 ഗ്രീവിയസ് ഹർട്ട്. ഹർട്ടിനേക്കാളും കുറച്ചുകൂടി ഗ്രാവിറ്റി കൂടിയ ഒരു ഒഫൻസ് ആണ് ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്നത്. ചില കുറ്റകൃത്യങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രൈം സ്റ്റേജ് ഉണ്ട്, അതിൽ നിന്നും കുറച്ചുകൂടി ഗ്രാവിറ്റി കൂടിയ രണ്ടാമത്തെ സ്റ്റേജും ഉണ്ട്. നമ്മൾ നേരത്തെ നോക്കിയതാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രൈം സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾപോൾ ഹോമിസൈഡ് ആണ്. കൾപോൾ ഹോമിസൈഡിനേക്കാളും കുറച്ചുകൂടി ഗ്രാവിറ്റി കൂടിയതാണ് ഈ മർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഹർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രൈം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹർട്ടാണ്. ഹർട്ടിനേക്കാളും കുറച്ചുകൂടി ഗ്രാവിറ്റി കൂടിയ സാധനമാണ് ഈ ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹർട്ട് ഗ്രീവിയസ് ഹർട്ടായിട്ട് മാറണമെങ്കിൽ 8 സാഹചര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ 8 സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഹർട്ട് എന്ന് പറയുന്നത് ഗ്രീവിയസ് ഹർട്ടായിട്ട് മാറും. ആ 8 സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഇമാസ്കുലേഷൻ ആണ്, വന്ധീകരണമാണ്. ആണുങ്ങൾ തമ്മിൽ പരസ്പരം അടികൾ ഉണ്ടാവുമ്പോൾ മർമ്മഭാഗത്തൊക്കെ ചവിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ
അതൊക്കെ നമുക്ക് ഒരു ഹർട്ട് ഗ്രീവിയസ് ഹർട്ടായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാസ്കുലേഷൻ ആണ്, വന്ധീകരണം എന്ന് വേണം പറയാം. രണ്ടാമതായിട്ട് പറയുന്നത് പെർമനന്റ് പ്രൈവേഷൻ ഓഫ് ദ സൈറ്റ് ഓഫ് ഈതർ ഐ. രണ്ട് കണ്ണിന്റെ ഏതെങ്കിലും ഒരു കണ്ണിന്റെ കാഴ്ച കുറയുകയോ കാഴ്ച പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹർട്ട് ഗ്രീവിയസ് ഹർട്ടായെന്ന് പറയാം. മൂന്നാമതായിട്ട് പറയുന്നത് പെർമനന്റ് പ്രൈവേഷൻ ഓഫ് ദി ഹിയറിംഗ് ഓഫ് ഈതർ ഇയർ. രണ്ട് ചെവിയിൽ ഏതെങ്കിലും ഒരു ചെവിയുടെ കേൾവി ശക്തി പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കുറയുകയാണെങ്കിൽ ഹർട്ട് ഗ്രീവിയസ് ഹർട്ടായിട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാം. കാരണം ആണുങ്ങൾ തമ്മിൽ അടി ഉണ്ടാകുമ്പോൾ ചെവിക്കുറ്റി തീർത്തൊക്കെ അടി കൊടുത്തു കഴിഞ്ഞാൽ ചെവിയുടെ കർണവടം പൊട്ടുക, ചെവിയുടെ കേൾവി ശക്തിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഹർട്ട് എന്തായി ഗ്രീവിയസ് ഹർട്ടായിട്ട് മാറും. പിന്നെ നാലാമതായിട്ട് പറയുന്നത് പ്രൈവേഷൻ ഓഫ് എനി മെമ്പർ ഓർ ജോയിന്റ്. ശരീരത്തിന്റെ ഏതെങ്കിലും ജോയിന്റ് ഭാഗങ്ങളൊക്കെ ക്ഷയിക്കുക അല്ലെങ്കിൽ അത് നൂർക്കാൻ പറ്റാതെ വരിക, അവിടെയൊക്കെ ക്ഷതമൊക്കെ ഏറ്റു കഴിഞ്ഞാലും നമുക്ക് ഈ ഹർട്ട് ഗ്രീവിയസ് ഹർട്ടായിട്ട് മാറും. അഞ്ചാമതായിട്ട് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓർ പെർമനന്റ് ഇമ്പയറിംഗ് ഓഫ് ദ പവേഴ്സ് ഓഫ് എനി മെമ്പർ ഓർ ജോയിന്റ്. പെർമനന്റ് ആയിട്ട് ആ ഒരു ജോയിന്റിന്റെ ബലം നഷ്ടപ്പെടുക അല്ലെങ്കിൽ നശിച്ചു പോവുക, കാലിന്റെ ചിരട്ടയൊക്കെ നശിച്ചു പോവുക, അവിടെ ജോയിന്റ് ആണ്, കാലിന്റെ ചിരട്ടയൊക്കെ പൊട്ടിപ്പോവുക, ഇത്തരത്തിലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എന്തായി ഹർട്ട് ഗ്രീവിയസ് ഹർട്ടായിട്ട് മാറും. ആറാമതായിട്ട് പറയുന്നത് പെർമനന്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ദ ഹെഡ് ഓർ ഫേസ്. തലയ്ക്കോ മുഖത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞാലും ഹർട്ട് ഗ്രീവിയസ് ഹർട്ടായിട്ട് മാറും. തലയ്ക്കുണ്ടാവുന്ന മുറിവുകൾ, മുഖത്തുണ്ടാവുന്ന മുറിവുകൾ, ഇതൊക്കെ മുഖത്തിന്റെയും തലയുടെ ഒക്കെ രൂപം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതും എന്തായി മാറും, ഹർട്ട് ഗ്രീവിയസ് ഹർട്ടായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. ഏഴാമതായിട്ട് പറയുന്നതാണ് ഫ്രാക്ചർ ഓർ ഡിസ്ലൊക്കേഷൻ ഓഫ് ബോൺ ഓർ ടൂത്ത്. അതായത് പല്ലിനോ എല്ലിനോ സ്ഥാനഭ്രംശം സംഭവിക്കുക, പല്ല് പൊട്ടിപ്പോവുക, എല്ല് ഒടിയുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എന്തായി മാറും, ഹർട്ട് ഗ്രീവിയസ് ഹർട്ടായിട്ട് മാറും. അവസാനമായിട്ട് എട്ടാമതായിട്ട് പറയുന്നതാണ് എനി ഹർട്ട് വിച്ച് എൻഡേഞ്ചേഴ്സ് ലൈഫ് ഓർ വിച്ച് കോസസ് സഫേഴ്സ് ടു ബി ഡ്യൂറിംഗ് ദ സ്പേസ് ഓഫ് 20 days. 20 ദിവസം അടി നടന്ന് അടുത്ത 20 ദിവസം ശക്തമായ ശരീരവേദനയെ തുടർന്ന് തന്റെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം ആ കിടപ്പിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഹർട്ട് ഗ്രീവിയസ് ഹർട്ടായെന്ന് പറയാം. അപ്പോൾ ഈ 8 സാഹചര്യമാണ്. ഈ 8 സാഹചര്യം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഈ 8 സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴാണ് ഇവിടെ ഹർട്ട് 319 പ്രകാരമുള്ള ഹർട്ട് 320 വകുപ്പ് പ്രകാരമുള്ള ഗ്രീവിയസ് ഹർട്ടായിട്ട് മാറുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹർട്ട് എങ്ങനെ ഗ്രീവിയസ് ഹർട്ട് ആവുമെന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഈ വകുപ്പിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഹർട്ട് ഗ്രീവിയസ് ഹർട്ട് ആവും നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ നേരത്തെ നോക്കിയ കൾപോൾ ഹോമിസൈഡ് മർഡർ ആണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു ഗ്രാവിറ്റി നമ്മൾ പരിശോധിക്കണം. ഇന്റൻഷൻ, നോളജ്, കൊല്ലാൻ ഉപയോഗിച്ച രീതി, മാർഗങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഒരു കൾപോൾ ഹോമിസൈഡ് മർഡർ ആകുന്നുണ്ടോ എന്ന് നമുക്ക് അവിടെ പറയാൻ സാധിക്കുള്ളൂ. എന്നാൽ ചില വകുപ്പിൽ പ്രൈം സ്റ്റേജിലുള്ള കുറ്റകൃത്യത്തിൽ നിന്ന് അതിന്റെ ഗ്രാവിറ്റി കൂടിയതിലേക്ക് പോകുന്നതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള കണ്ടീഷൻ ഈ നിയമത്തിൽ പറഞ്ഞു തരും. അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും അതിന്റെ പ്രൈം സ്റ്റേജിൽ അതിന്റെ കുറച്ച് ഗ്രാവിറ്റി കൂടിയ ഒരു കുറ്റകൃത്യം തന്നെയാണെന്ന്. അത്തരത്തിലുള്ളൊരു കുറ്റകൃത്യമാണിത്. ഹർട്ട് ഗ്രീവിയസ് ഹർട്ട് ആണെങ്കിൽ ഈ 8 കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയാം. അതാണ് 320ാമത്തെ വകുപ്പ്. ഇനി ആ ഭാഗം നമ്മൾ പിന്നെ നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ നേരെ പോവേണ്ട വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 339ാമത്തെ വകുപ്പാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 319, 320 വകുപ്പാണ് വളരെ പ്രധാനപ്പെട്ട വകുപ്പ്. ബാക്കി വകുപ്പുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്നത് ഞാനല്ലാത്തതുകൊണ്ട് എനിക്കത് ഒഴിവാക്കുക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്ന ആളെ സംബന്ധിച്ച് ചിലപ്പോൾ അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഒരു പ്രൈം പരിഗണന എന്ന രീതിയിൽ, ഏറ്റവും ആദ്യത്തെ പരിഗണന എന്ന രീതിയിൽ നിങ്ങൾ ഈ പറയുന്ന വകുപ്പുകൾ ആദ്യം പഠിക്കുക. ഇത് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബാക്കി വകുപ്പ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. അപ്പോൾ 319, 320 ഹർട്ടും ഗ്രീവിയസ് ഹർട്ടിനെ കുറിച്ച് പറയുന്നു. അതിനെ തുടർന്നുള്ള മറ്റു വകുപ്പുകൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആ വകുപ്പിലേക്ക് പോയിട്ട് അതിന്റെ പലതരത്തിലുള്ള സാഹചര്യങ്ങളെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് നമുക്ക്. പല സാഹചര്യങ്ങളും മൃഗങ്ങളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആയുധം ഉപയോഗിച്ച് ഹർട്ട് നടത്തി കഴിഞ്ഞാൽ, ഗ്രീവിയസ് ഹർട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ്. അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് നമ്മളൊരു LLB എൻട്രൻസിന് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതാണ് 319, 320. ഇനി നമ്മൾ പോവേണ്ടത് 339ാമത്തെ വകുപ്പിലേക്കാണ്. 339ാമത്തെ വകുപ്പിൽ പറയുന്നത് റോങ്ഫുൾ റിസ്ട്രെയിനെ കുറിച്ചാണ് പറയുന്നത്. റിസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടയുക, വഴി തടയുക എന്ന് നമ്മൾ ചുരുക്ക രൂപത്തിൽ മനസ്സിലാക്കുക. അവിടെ വേണമെങ്കിൽ നിങ്ങളുടെ ബേറാക്ട് ഉണ്ടെങ്കിൽ എഴുതി വെച്ചാൽ മതി, വഴി തടയുക. റോങ്ഫുൾ റിസ്ട്രെയിൻ ചെയ്യുക, ഒരു വ്യക്തിയെ റിസ്ട്രെയിൻ ചെയ്യുക. അതായത് ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ട വഴിയിലൂടെ പോകുന്നതിന് അദ്ദേഹത്തിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരാൾ തടസ്സം നിന്ന് കഴിയുമ്പോഴാണ് ഈ 339ാമത്തെ വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ?
എന്നാൽ 340-ാമത്തെ വകുപ്പ് റോങ്ഫുൾ കൺഫൈൻമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. തടവിൽ വെക്കുക. 4 ചുവരുകൾക്കുള്ളിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു സർക്കുംസ്ക്രൈബിംഗ് ലിമിറ്റിനുള്ളിൽ ഒരു വ്യക്തിയെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 4 ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ലിമിറ്റിനുള്ളിൽ അദ്ദേഹത്തെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യമായിട്ട് പരിഗണിക്കാം. അതാണ് 340-ാമത്തെ വകുപ്പ്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് നോക്കേണ്ട 2 വകുപ്പുകളാണ് 339, 340. 339 എന്ന് പറഞ്ഞാൽ വഴി തടയുക. ഒരാൾക്ക് അവകാശപ്പെട്ട വഴിയാണ് കേട്ടോ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിന് നടക്കാൻ അവകാശപ്പെട്ട വഴിയിലൂടെ നടക്കുന്നതിന് മറ്റൊരാൾ തടസ്സം നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ റോങ്ഫുൾ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ റോങ്ഫുൾ റിസ്ട്രെയിൻ എന്ന് പറയുന്ന വകുപ്പ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പറമ്പിലൂടെ ഒരാൾ നടന്നു പോവുകയാണ്, അദ്ദേഹത്തെ നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും റോങ്ഫുൾ റിസ്ട്രെയിൻ അല്ല, അത് അദ്ദേഹത്തിന് നടക്കാൻ അവകാശപ്പെട്ട വഴിയല്ല. അപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ അവകാശപ്പെട്ട വഴിയിലൂടെ നടക്കുന്നതിന് നമ്മൾ മറ്റൊരാളെ തടയുമ്പോഴാണ് അത് റോങ്ഫുൾ റിസ്ട്രെയിൻ ആയിട്ട് മാറുന്നത്. റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ സർക്കുംസ്ക്രൈബ് ആയിട്ടുള്ള ഒരു പരിധിക്കുള്ളിൽ ഒരു വ്യക്തിയെ പൂട്ടിയിട്ട് കഴിയുമ്പോഴാണ് റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഈ 2 വകുപ്പുകൾ നോക്കുക. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബേറാക്റ്റുള്ള ആളുകളാണെങ്കിൽ ഓരോ വകുപ്പും ബേറാക്റ്റിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് പറയുമ്പോൾ അതിന്റെ താഴെ തന്നെ ഇല്ലസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. ഇല്ലസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ABC എന്ന് പറയുന്ന ആളുകളൊക്കെ വെച്ചിട്ട് ഒരു ഉദാഹരണം നമുക്കവിടെ കാണിച്ചു തരും, ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ അവിടെ കാണിച്ചു തരും. ഇത്തരത്തിലാണ് ആ ഒരു കുറ്റകൃത്യം അവിടെ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇല്ലുസ്ട്രേഷൻസ് നമ്മൾ വായിച്ച് കുറെ വർക്കൗട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കാരണം ചോദ്യങ്ങൾ വരുന്നത് അത്തരത്തിലുള്ള ഇല്ലുസ്ട്രേഷൻ എന്നാണ്. എ എന്ന് പറയുന്ന ആൾ ബി എ വഴി തടഞ്ഞു, ബി പോകുന്ന വഴിയിലൂടെ തടഞ്ഞു, ഇവിടെ ജനറേറ്റ് ചെയ്ത കുറ്റകൃത്യം ഏതാണ്, ഇവിടെ എ എന്ന് പറയുന്ന ആൾ കുറ്റക്കാരനാണോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ബെയർ ആക്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഇല്ലുസ്ട്രേഷൻസ് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ 339, 340 നോക്കുക. പിന്നെ നമ്മൾ നേരെ വരേണ്ട വകുപ്പ് എന്ന് പറഞ്ഞാൽ 349-ാമത്തെ വകുപ്പാണ്, ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും വകുപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9-ൽ എൻഡ് ചെയ്യുന്ന വകുപ്പ് വെച്ച് പഠിച്ചാൽ മതി. അതായത് 299-ാമത്തെ വകുപ്പ് നമ്മൾ നോക്കി. 299 മുതൽ ഏകദേശം 309 വരെയുള്ള വകുപ്പുകളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞാണ്. 9-ലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരെ നോക്കിയത് 319-ാമത്തെ വകുപ്പിലാണ്, അത് 9-ൽ എൻഡ് ചെയ്യുന്ന വകുപ്പാണ്. പിന്നെ നമ്മൾ 329 നോക്കിയില്ല, അത് സ്കിപ്പ് ചെയ്തു. പിന്നെ 339-ാമത്തെ വകുപ്പിലേക്ക് വന്നു. 339, 340 നോക്കി. പിന്നെ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന 349-ാമത്തെ വകുപ്പാണ്. അപ്പോൾ 9-ൽ എൻഡ് ചെയ്യുന്ന വകുപ്പ് വെച്ചിട്ട് ഈ 16-ാമത്തെ ചാപ്റ്ററുള്ള വകുപ്പുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടത് ഓർത്തു വെക്കാൻ ഒരു ടെക്നിക്കാണത്. ഓക്കെ, 349-ാമത്തെ വകുപ്പ് ഫോഴ്സ് ആണ് പറയുന്നത്. ഫോഴ്സ് പ്രധാനമായിട്ടും 3 രീതിയിലാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ശക്തമായ രീതിയിൽ ഒരാളെ തള്ളുമ്പോഴാണ് അവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അദ്ദേഹം മൂവ്മെന്റ് സംഭവിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ചേഞ്ച് ഓഫ് മോഷൻ, സെസേഷൻ ഓഫ് മോഷൻ, കോസ് ഓഫ് മോഷൻ. ആ മോഷൻ സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ് ഈ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 രീതിയിൽ സംഭവിക്കാം. ഫസ്റ്റ്, ബൈ ഹിസ് ഓൺ ബോഡിലി ഫോഴ്സ്, സ്വന്തം ശരീരത്തെ ബലം കൊണ്ട്. അതായത് ഞാൻ ഒരാളെ ശക്തമായ രീതിയിൽ തള്ളുകയാണെങ്കിൽ എന്റെ ബോഡിയിൽ പവർ ഉപയോഗിച്ചാണ് തള്ളിയത്, ആ തള്ളൽ അരകം മറിഞ്ഞു വീണു, ഇത് ഫോഴ്സ് ആണ്, ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഫോഴ്സ് ആണ്. രണ്ടാമതായിട്ട്, ബൈ ഡിസ്പോസിങ് എനി സബ്സ്റ്റൻസ്, ഒരു വടി ഉപയോഗിച്ച് ഒരാളെ കുത്തുകയാണ്. എന്റെ ശരീരക്ഷമതയോട് പക്ഷെ ഞാനൊരു സബ്സ്റ്റൻസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് മറ്റൊരാളെ തട്ടുകയാണെങ്കിൽ അതും ഒരു ഫോഴ്സ് ആണ്. മൂന്നാമതായിട്ട് പറയും ഇൻഡ്യൂസിങ് എനി അനിമൽ ടു മൂവ്, അതായത് കുതിരവണ്ടി, കാളവണ്ടി, ഇത്തരത്തിലുള്ള വണ്ടികൾ, ഏതെങ്കിലും മൃഗങ്ങൾ വലിച്ചുകൊണ്ട് വന്ന വണ്ടി, ആ വണ്ടിയിലിരിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ നമ്മൾ എന്നിട്ട് ആ മൃഗത്തിനെ എന്തെങ്കിലും പേടിപ്പിക്കുക അല്ലെങ്കിൽ വരട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മൃഗം ഒന്ന് ചാടിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്തിരിക്കുന്ന ആള് അലച്ചു തള്ളി താഴെ വീഴും. ഇതൊരു ഫോഴ്സ് ആണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എഴുതിയത് കൊണ്ടാണ്, അന്നത്തെ കാലത്ത് ഈ കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ ഒരുപാടുള്ളത് കൊണ്ടാണ്. അപ്പോൾ മൃഗങ്ങളിലൂടെ മറ്റൊരു വ്യക്തിക്ക് ഒരു ചലനം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഫോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ത്രൂ നമുക്ക് മൃഗങ്ങളിലൂടെയും ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 3 രീതിയാണ്: ബോഡിലി പവർ, ഡിസ്പോസിങ് എനി സബ്സ്റ്റൻസ്, പിന്നെ ഇൻഡ്യൂസിങ് എനി അനിമൽ, മൃഗങ്ങളെ വിരട്ടുക അല്ലെങ്കിൽ അവരെ ചാടിക്കുക. അത്തരത്തിൽ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ചാട്ടത്തിൽ ഈ വണ്ടിയിലിരിക്കുന്ന വ്യക്തിക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പൊ 3 കാര്യങ്ങളാണുള്ളത്. പിന്നെ 350-ാമത്തെ വകുപ്പിലേക്ക് വരണം, ക്രിമിനൽ ഫോഴ്സ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞാണ്, അതായത് ഏതൊരു കുറ്റകൃത്യത്തിനും, എല്ലാ കുറ്റകൃത്യത്തിനുമില്ല, ചില കുറ്റകൃത്യങ്ങൾക്ക് ഒരു പ്രൈം സ്റ്റേജ് ഉണ്ട്. പ്രൈം സ്റ്റേജിൽ നിന്ന് കുറച്ചുകൂടി ഗ്രാവിറ്റി കൂടിയ 2ാമത്തെ സ്റ്റേജും ഉണ്ട്. അപ്പോൾ കൾപോൾ ഹോമിസൈഡിന്റെ ഗ്രാവിറ്റി കൂടിയതാണ് മർഡർ, ഹർട്ടിന്റെ ഗ്രാവിറ്റി കൂടിയ സാധനമാണ് ഗ്രീവിയസ് കട്ട്, ഇവിടെ ഫോഴ്സിന്റെ ഗ്രാവിറ്റി കൂടിയ സാധനമാണ് ക്രിമിനൽ ഫോഴ്സ്. ക്രിമിനൽ ഫോഴ്സിനകത്ത് ഒരൊറ്റ കാര്യം മതി, ഇന്റൻഷൻ മാത്രം മതി.
അദ്ദേഹത്തെ ശരിക്കും ശാരീരികമായിട്ട് ഉപദ്രവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഫോഴ്സ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഫോഴ്സ് ആവും. ഞാൻ ഒരാളെ തള്ളി, ഒരു തമാശയ്ക്ക് തള്ളിയാണ് എങ്കിലും അതൊരു ഫോഴ്സ് മാത്രമായി മാറുന്നു. എന്നാൽ ഞാൻ ഈ തള്ളിയത് അദ്ദേഹം അവിടെ മറിഞ്ഞു വീഴണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, ആ ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഞാൻ തള്ളിയതെങ്കിൽ അത് ക്രിമിനൽ ഫോഴ്സ് ആയിട്ട് മാറും. അതാണ് 350 വകുപ്പിൽ പറയുന്നത്. പിന്നെ പഠിക്കേണ്ട വകുപ്പാണ് 351 വകുപ്പ്. അസാൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ആംഗ്യ വിക്ഷേപണം കൊണ്ട് നമ്മൾ മറ്റൊരാളെ പേടിപ്പിക്കുകയാണെങ്കിൽ അവിടെ ചാർജ് ചെയ്യുന്ന വകുപ്പാണ് അസാൾട്ട്. അതായത് മുഷ്ടി ചുരുട്ടിയിട്ട് ഞാൻ നിന്നെ ഇപ്പോൾ ഇടിക്കുമടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിരട്ടലാണ്. അത്തരത്തിലുള്ള വിരട്ടൽ ഏതെങ്കിലും തരത്തിലുള്ള ആംഗ്യ വിക്ഷേപണം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് അസാൾട്ടായിട്ട് മാറും, 351 വകുപ്പായിട്ട് മാറും. അപ്പൊ അതിനകത്ത് തന്നെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അസാൾട്ട് അല്ല. കൈയൊക്കെ കെട്ടി നിന്നിട്ട് വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ഞാൻ നിന്നെ കൊല്ലുമട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അസാൾട്ട് അല്ല, അതൊരു വിരട്ടലായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം കൈയുടെ മുഷ്ടി ചുരുട്ടിയിട്ട് പേടിപ്പിച്ചുകൊണ്ട് മുഖത്തിന് നേരെ കൊണ്ടുവന്നിട്ട് ഞാൻ നിന്നെ കൊല്ലുമട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാൾട്ടാണ്. അത് ജസ്റ്റർ ആണ് അവിടെ ഉപയോഗിച്ചിട്ട്. ആ കീവേഡ് എന്ന് പറഞ്ഞാൽ എനി ജസ്റ്റർ എന്ന് പറയുന്ന വാക്കാണ്. അപ്പൊ ജസ്റ്റർ ഉണ്ടാവും. ഒരു വ്യക്തിക്ക് എതിരെ അസാൾട്ട് എന്ന് പറയുന്ന വകുപ്പ് ചാർജ് ചെയ്യണമെങ്കിൽ അവിടെ ജസ്റ്റർ ഉണ്ടാവണം. അദ്ദേഹം ആംഗ്യ വിക്ഷേപണത്തിലൂടെ മറ്റു വ്യക്തിയെ പേടിപ്പിച്ചിട്ടുണ്ടാവും. എങ്കിൽ മാത്രമേ നമുക്ക് 351 വകുപ്പ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കുറെ ഇല്ലുസ്ട്രേഷൻ, അതേ ബേറാക്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നോക്കുക, ABC എന്ന് പറഞ്ഞ് കുറെ ഇല്ലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോഴേ നമുക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ, ആ വകുപ്പ് എങ്ങനെയാണ് അവിടെ ജനറേറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇല്ലുസ്ട്രേഷൻ വായിക്കുമ്പോൾ അത് ഉപയോഗിച്ചുള്ള ഇംഗ്ലീഷ് വേർഡ് നമ്മൾ മനസ്സിലാകത്തില്ല. നിങ്ങളത് ഗൂഗിൾ ചെയ്ത് നോക്കുക, അതിന്റെ മീനിങ് എന്താണെന്ന് ഗൂഗിൾ ചെയ്തിട്ട് അവിടെ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഇത്തരത്തിൽ ചില വാക്കുകൾ നമുക്ക് അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാതെ വരും. അപ്പൊ നിങ്ങൾ ഇപ്പോൾ തന്നെ ബേറാക്ട് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇല്ലുസ്ട്രേഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. അപ്പൊ 351 വകുപ്പ് അസാൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ നേരെ വരുന്നത് 353, 354 വകുപ്പുകളാണ്. 352 നമുക്ക് ആവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്യാം. 353, 354. അപ്പൊ ഇത്തരത്തിൽ അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ്, അതായത് 350 വകുപ്പിലുള്ള ക്രിമിനൽ ഫോഴ്സ്, 351 വകുപ്പിലുള്ള അസാൾട്ട്, ഈ രണ്ട് വകുപ്പുകളും നമ്മളൊരു പബ്ലിക് സർവന്റിന് നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ അവിടെ 353 വകുപ്പ് പ്രകാരം കേസ് ചാർജ് ചെയ്യാം. അതെ, പോലീസിനോട് മോശമായ രീതിയിൽ പെരുമാറുക, പോലീസിന്റെ ഔദ്യോഗിക കൃത്യത്തിന് തടസ്സം നിൽക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സർക്കാർ ജീവനക്കാരനെ തടയുക, അദ്ദേഹത്തിനെ വിരട്ടുക, പേടിപ്പിക്കുക, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന വകുപ്പാണ് 353 വകുപ്പ്. ഓക്കെ, ഇനി 354 വകുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അസാൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇന്റന്റ് ടു ഔട്ട്റേജ് ഹർ മോഡസ്റ്റി. അപ്പോൾ ക്രിമിനൽ ഫോഴ്സോ അസാൾട്ടോ ഒരു സ്ത്രീക്കെതിരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വകുപ്പാണ് 354 വകുപ്പ്. ഓക്കെ, അപ്പോൾ രണ്ട് സാഹചര്യങ്ങളാണുള്ളത്. നമ്മൾ 350 വകുപ്പ് പ്രകാരം ക്രിമിനൽ ഫോഴ്സ് നോക്കി, 351 പ്രകാരം അസാൾട്ട് നോക്കി. രണ്ടും വെവ്വേറെ തന്നെ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ വകുപ്പിൽ എന്താണ് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു പോകണ്ട, അത് ഐഡിയ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ വകുപ്പിലാണ് അസാൾട്ടിനെ കുറിച്ച് പറയുന്നത്, ഈ വകുപ്പിലാണ് ക്രിമിനൽ ഫോഴ്സിനെ കുറിച്ച് പറയുന്നത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ അസാൾട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് ഒരു പബ്ലിക് സർവന്റിന് നേരെ നമ്മൾ എടുക്കുകയാണെങ്കിലാണ് 353 വകുപ്പ് അവിടെ ചാർജ് ചെയ്യുന്നത്. ഇത് നേരെ ഒരു സ്ത്രീക്കെതിരെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 354 വകുപ്പ് ചാർജ് ചെയ്യും. ഇത്ര ഉള്ള അതിനകത്തെ കാര്യങ്ങൾ. ഇനി ബാക്കി വരുന്ന വകുപ്പുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ